പക്ഷെ ദൈവമേ, അങ്ങനെ അംഗീകരിക്കുന്ന ഒരു ദൈവമാകിയാൽ അങ്ങ് സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന ലംഘനം മറച്ചു വെക്കുന്നവർക്ക് ശുഭം വരികയില്ല. പക്ഷെ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ അത് കരുണ ലഭിക്കും. ഇത്രയും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ ഇതിനകത്തുള്ളപ്പോൾ നമ്മൾ എന്തിന് നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നു? അന്ന് ആദാമും ഹവ്വയും പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോൾ നമ്മൾ പറയും, അയ്യോ ആദാം ചെയ്തേ ഹവ്വ ചെയ്തേ എന്ന് പറഞ്ഞു നടക്കുക. ഉടനെ ആ പാപങ്ങൾ ഏറ്റുപറയാനുള്ള പോം വഴി ദൈവോട് ഒരുക്കി. അല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് നമ്മൾ തിരിച്ച് ദൈവസേനയിൽ വരണമെന്നാ അവൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ചെറുതായിട്ട് അറ്റ്ലീസ്റ്റ് ദൈവം നല്ലവനാണെന്ന് ബോധ്യമുണ്ടോ? അവൻ നല്ലവനാ, അവൻ നല്ലവനാ, അവൻ നല്ലവനാ, അവൻ നല്ലവനാ. പറ, അവൻ നല്ലവനാ, അവൻ നല്ലവനാ. അവൻ ദുഷ്ടത നിറഞ്ഞ ഒരാളല്ല. നമ്മളെ പോലെ അല്ല അവൻ. അതാണ് പ്രത്യേകത. ഞാൻ പണ്ട് പറയുന്നത്, ഞാൻ വല്ലതും ദൈവമായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം നാശകോലമാക്കിയായിരുന്നു. കാരണം എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനും പാപിയാ. ഞാനെപ്പോഴും എന്റെ ലംഘനങ്ങൾ മറച്ചു വെച്ച് മറ്റവനെ ഞാൻ ശരിയാക്കാൻ നോക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ചൂണ്ടുന്നവരെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട്? എപ്പോഴും നമ്മൾ ചൂണ്ടും, അവൻ 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 അവൻ. മദ്യപാനികളെ നമ്മുടെ സഭയിൽ കേറ്റാത്ത എത്രയോ ചർച്ചകളുണ്ടെന്നറിയോ? മദ്യപാനി വല്ലതും ചർച്ചിന്റെ ബാക്കിൽ വന്നാൽ നമ്മൾ ഉടനെ പറയും, വെളിനിക്ക് വെളിനിക്ക് കേട്ട. കാരണം എന്തോ ആരാധന അലങ്കോലോ. എന്നിട്ട് അവസാനം നമ്മൾ ആരാധന കഴിയുമ്പോൾ പാവപ്പെട്ട മനുഷ്യൻ അവിടുന്ന് പോവുകയും ചെയ്യും. പക്ഷെ യേശു ആ സഭയിലുണ്ടെങ്കിൽ അവനോട് വെളി നിൽക്കാൻ പറയുമോ? വെളി നിൽക്കാൻ പറയുമോ? നമ്മൾ നോക്കുന്നത് ആരാധന അലക്ഷ്യമാണ്. അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? അപ്പൊ നമ്മൾ മറ്റേ ആൾക്കാരെ ക്ഷമിക്കാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കള്ളുടിയന്മാർ വല്ലതും റോഡിലോ വല്ലതും കിടക്കുമെന്ന് നമ്മൾ പറയും, ദാണ്ട് പാമ്പ് കിടക്കുന്നു, ഓ അവന് വഴിക്ക് വീതിയില്ല. എത്ര പേർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ നിന്റെ സ്വന്തം പിതാവ് മദ്യം വെച്ചിട്ട് അവിടെ കിടക്കുമെന്ന് നിങ്ങൾ പറയോ പാമ്പ് കിടക്കുമെന്ന്? ദൈവം അത് പറയത്തില്ല. ദൈവം പിന്നെയും ആ മദ്യം വെച്ച് കിടക്കുന്ന ആളിനെ നോക്കുമ്പോൾ ദൈവം പറയുന്നേ, എന്റെ മകനെ എന്നിലേക്ക് മടങ്ങുക, മടങ്ങുക, മടങ്ങുക. ഒരു അവസരം കിട്ടിയ ദൈവം അവനെ കെട്ടിപ്പറിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ ഇതുപോലെ ഇങ്ങനെ ഞാനന്ന് യൂത്ത് മീറ്റിംഗ്, ഞാനിങ്ങനെ ഒരു പോയിന്റ്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ്സ് എല്ലാം അടിച്ചു വിടണമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുക. അപ്പൊ നോക്കിപ്പോ ഒരു കള്ളൂടി ബാക്കി നിന്ന് കയറി വരിക. അത് ശാന്തമായിട്ട് കയറിയ കുഴപ്പമില്ലായിരുന്നു. ഇവൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയോണ്ട് വരുന്നത്. അപ്പൊ ഞാനൊരു ദൈവമേ, ഇത് ഞാൻ അങ്ങോട്ടൊരു പോയിന്റ് പറഞ്ഞു, ആൾക്കാരെല്ലാം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് ഞാനായാലും തിരിഞ്ഞു നോക്കും. ഏതെങ്കിലും ബാക്കിലുള്ള ശബ്ദം കിട്ടുമ്പോൾ നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പൊ നമ്മൾ ഈ പ്രസംഗത്തിന്റെ പോയിന്റോ ഒന്നും നോക്കത്തില്ല. ഇനി റെയിനോട്ട് പോകിയാലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും. അപ്പൊ എല്ലാവരും അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കുക. എന്റെ ഉദ്ദേശം പോയിന്റ്. അവസാനം ഞാൻ നോക്കിയപ്പോ ഇത് ഒരു രക്ഷയല്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ പുള്ളി അങ്ങ് കയറ്റി അകത്തിരുത്താൻ പറഞ്ഞു. അകത്തിരുത്തിയ പുള്ളി മിണ്ടായിരിക്കും. അവിടെ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് ദൈവം തന്നെ ഈ മനുഷ്യനെ ഇതിനകത്ത് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു, വാ ദൈവമക്കളെ, നമുക്ക് ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. അങ്ങോട്ട് നമ്മളൊരു പാട്ട് പാടി അങ്ങോട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മദ്യപാനി അവിടെ നിന്ന് അങ്ങ് കരയാൻ തുടങ്ങി. അങ്ങ് കരയാൻ തുടങ്ങി. ഇതങ്ങ് ഭയങ്കരമായിട്ടങ്ങായി. ഉടനെ ഞാൻ പെട്ടെന്ന് നമ്മൾ ചർച്ചിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ പുല്ലിൽ ചുറ്റും കൂടി കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൈവയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിനെക്കാട്ട് കരയാൻ തുടങ്ങി. ലാസ്റ്റിൽ ഞങ്ങൾ ചോദിച്ചു, ബ്രദർ എന്താ കരയുന്നേ? അവർ പറഞ്ഞു, എല്ലാം തകർന്നിരിക്കുക. നമ്മൾ പറഞ്ഞു, യേശു നിങ്ങളുടെ ജീവൻ റെഡിയാക്കും, പ്രാർത്ഥിക്കാനോ?
പ്രാർത്ഥിച്ചു. അവനവന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അവിടെ നിന്നുള്ള സന്തോഷവാനായ ചർച്ച ഇറങ്ങിപ്പോയി. പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിമിതികൾ വെച്ചേക്കോ. ഒരു വേശ്യ സ്ത്രീ നമ്മുടെ ചർച്ചിലേക്ക് കയറി വന്നാൽ നമ്മൾ പറയും വേണ്ട. പക്ഷേ യേശു ശമര്യക്കാരി സ്ത്രീയെ ദൈവം സ്വീകരിച്ചവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചർച്ചിലേക്ക് അവനെ കയറ്റിയാൽ നമ്മളെല്ലാം അശുദ്ധമായി പോകും. നാളെ ഇനി ഒരു എയ്ഡ്സ് രോഗി നമ്മുടെ ചർച്ചിൽ വരാൻ എത്ര പേര് കയറ്റും? നമ്മൾ ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ട്, നമ്മൾ മറ്റു ആൾക്കാരെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് പല സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ദൈവവും എന്നെ അംഗീകരിക്കുന്നില്ലെന്ന്. ഹല്ലേലൂയ. ക്ഷമിക്കാൻ തയ്യാറാണോ? നമ്മൾ യഥാർത്ഥമായിട്ട് ക്ഷമിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ക്ഷമയെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാവും. നമ്മളൊക്കെ അപ്പുറമാണ് ദൈവത്തിന്റെ ക്ഷമ. ഒരു വാക്യം വായിച്ചു, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22 അധ്യായത്തിന്റെ 54 മുതലുള്ള വാക്യങ്ങൾ. സ്ത്രീയെ ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, എപ്പോഴേലും നിങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? സംശയം. എപ്പോഴേലും നിങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഹലോ, ഇല്ല. അപ്പൊ നമ്മൾ ഈ പത്രോസിനെ നോക്കുന്നത് ഈ മനുഷ്യന് നാണമില്ലായിരുന്നല്ലോ. 3.5 വർഷം കർത്താവിലൂടെ നടന്നിട്ട് അവസാനം ഒരു സ്ത്രീയുടെ മുൻപാകെ. എന്നോർത്ത് നോക്കി, നിങ്ങൾ 2 ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിട്ട് നടക്കുന്ന ആളാ. പെട്ടെന്ന് ഒരാൾക്കൊരു വിഷയം ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി. അവൻ കേക്ക് നമ്മൾ വേറൊരു കൂട്ടുകാരൻ പറയും, അവനോ എനിക്കറിയത്തില്ല. എന്തുമായിരിക്കും നമ്മുടെ ഫീലിംഗ്? നമ്മളുള്ള കല്ലും മണ്ണും എല്ലാം എടുത്ത് എറിയും. കാര്യം ഇത്രയും നാൾ കൂടെ നടന്നത് ഇതാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കൂട്ട് ദേഷ്യപ്പെടും. അവിടെ ഈ പത്രോസ് പറയാ, സ്ത്രീയെ ഞാനവനെ അറിയുന്നില്ല. നിങ്ങൾ പറഞ്ഞു യേശുവിനെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ നിങ്ങൾ എത്ര പ്രാവശ്യം മണിക്കൂറോളം ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് യേശുവിനെ കുറിച്ച് പറയാതെ ഇരുന്നിട്ടുണ്ടോ? ഇരുന്നിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ യേശുവിനെ അറിയുന്നില്ലെന്ന രീതിയിലാണ് നിങ്ങൾ അവിടെ ഇരുന്നത്. ഓ യേശു, ആ രീതിയിലാണ് നിങ്ങൾ അവിടെ ഇരുന്നത്. നിങ്ങൾക്ക് യേശുവിനെ അറിയുന്ന ഒരാൾ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് എന്തായാലും പറയും. എത്ര സമയം കിട്ടിയാലും അവന് എങ്ങനെയും യേശുവിനെ കുറിച്ച് ഒന്ന് പ്രസന്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെയും നോക്കും. പക്ഷെ മണിക്കൂറോളം നമ്മൾ പ്ലെയിനിലും യാത്ര ചെയ്യും, ട്രെയിനിലും യാത്ര ചെയ്യും, ബസ്സിലും യാത്ര ചെയ്യും. പക്ഷെ നമ്മൾ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് പോലും നോക്കത്തില്ല. പിന്നെയല്ലേ യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മളും യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് യാത്ര ചെയ്തിട്ടുണ്ട്. പൊതുവിൽ നമ്മൾ എഴുന്നേറ്റ് അവനെ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അടുത്ത്. അപ്പൊ ഇത് ഒരു സ്ത്രീയുടെ മുമ്പാകെ യേശുവിനെ അവൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. 2 മനുഷ്യ ഞാനല്ല. അപ്പൊ ആദ്യം അവന് യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് അവനെ പോലും അറിയത്തില്ല അവൻ പറഞ്ഞു. ചില സമയത്ത് നമ്മുടെ ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ ആഭരണം ഉപയോഗിക്കാത്തതുകൊണ്ട് സഹോദരിമാർക്ക് രക്ഷയില്ല. അവർ കണ്ടാൽ തന്നെ അറിയാം അവരിനിയും പെന്തിക്കോസിൽ പോകുന്നവരാ. പിന്നെ ഇപ്പൊ ചില ചർച്ചസിൽ ആഭരണം ഉപയോഗിക്കുന്ന ചർച്ചസ് പെന്തിക്കോസിലുള്ളതുകൊണ്ട് അവരെ ഇപ്പൊ കണ്ടാൽ അത് അല്ലല്ലോ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. പക്ഷെ പുരുഷന്മാർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ ഇല്ല. അപ്പൊ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ ജീവിക്കുന്ന എങ്ങനെയാ അറിയോ? ഞാൻ ആരാന്ന് പറയാൻ തയ്യാറല്ല. ഞാൻ ആരാന്ന്, അതും പ്രത്യേകിച്ച് ഈ എപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ സഭയ്ക്ക് പീഡനമൊക്കെ വരാൻ പോകുമ്പോഴായിരിക്കും നീ യേശുവിന്റെ പിന്നാലെ നടക്കുന്ന ഇപ്പൊ ഒറീസയിലൊക്കെ നടന്നല്ലോ. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നടക്കുമ്പോൾ ഈ ചാടിത്തുള്ളി ഞാനും പ്രസംഗിച്ച ഞാനും മറ്റേ ആൾക്കാരെല്ലാം എത്രത്തോളം ഞാനൊരു വിശ്വാസിയാ, ഞാൻ യേശുവിന്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണെന്ന് തന്റെ ഇടത്തോട് പറയാൻ പറ്റുമോ? പത്രോസ് അതുവരെ പറഞ്ഞു, സൗഖ്യങ്ങളൊക്കെ ചെയ്തു പത്രോസ്. അവിടെ എല്ലാം യേശുവിന്റെ ആളാണെന്ന് പത്രോസ് പറഞ്ഞു നടന്ന. പക്ഷെ പ്രശ്നത്തിന്റെ നടുവിൽ എന്തോ ചെയ്തു, അവൻ ആരാന്ന് പോലും അവന്റെ ഐഡന്റിറ്റി പോലും അവൻ അല്ലെന്ന് പറഞ്ഞു.